ശ്രീരാമനെ കാട്ടിലേക്ക് പറഞ്ഞയക്കുന്നതുവരെയും ഭരതനെ നാടുവാഴിക്കുന്നതുവരെയും താൻ കോപാലയത്തിൽ വസിക്കുമെന്ന് കൈകേയീദേവി മന്ത്രിമാർ തുടങ്ങിയവരോട് ശ്രീരാമാഭിഷേകത്തെപ്പറ്റി പറഞ്ഞതിനു ശേഷം അന്തഃപുരത്തിൽ പ്രവേശിച്ച ദശരഥ മഹാരാജാവിനെ പരിഭ്രാന്തനാക്കിയത് ആത്മപ്രിയതമയായ കൈകേയി അവിടെയില്ല എന്ന കാര്യം. അതുമൂലം തൻ്റെ ഉന്മേഷം മന്ദീഭവിച്ചു പോയതായി മഹാരാജാവ് അറിയുന്നു. മന്ദര ചൊന്ന പോലെയതീനേതുമോ രന്തരം കൂടാതെ ചെന്നു കൈകേയിയും. പഥ്യമിതൊക്കെ തനിക്കെന്നു കൽപ്പിച്ചു ചിത്തമോഹേന കോപാലയം മേവിനാൾ. കൈകേയി മന്ദരയോട് ചൊന്നാളിനി രാഘവൻ കാനനത്തിന്നു പോവോളവും ഞാനിവിടെ കിടന്നിടുവൻ അല്ലായിൽ പ്രാണനെയും കളഞ്ഞിടുവൻ നിർണയം. ഭൂപരിത്രാണാർത്ഥമിന്നു ഭരതന് ഭൂപതി ചെയ്താനഭിഷേകമെങ്കിൽ ഞാൻ വേറെ നിനക്ക് ഭോഗാർത്ഥമായി നൽകുവൻ 100 ദേശങ്ങളതിനില്ല സംശയം. ഏതുമിതിനോരിളക്കം വരായിൽ നീ ചേതസി ചിന്തിച്ച കാര്യം വരും ദൃഢം എന്നു പറഞ്ഞു പോയിടിനാൾ മന്ദര. പിന്നെ യൗവണ്ണം അനുഷ്ഠിച്ചു രാജ്ഞിയും ധീരനായേറ്റം ദയാനിധനായി ഗുണാചാര സംയുക്തനായി നീതിജ്ഞനായി നിജദേശിക വാക്യസ്ഥിതനായി സുശീലനായി ആശയശുദ്ധനായി വിദ്യാനിരതനായി ശിഷ്ടനായുള്ളവനെന്നങ്ങിരിക്കിലും ദുഷ്ടസംഗം കൊണ്ടു കാലാന്തരത്തിനാൽ സജ്ജനനിന്ദ്യനായി വന്നുകൂടും ദൃഢം. ദുർജന സംസർഗമേറ്റമകലവേ വർജിക്ക വേണം പ്രയത്നേന സൽപുമാൻ. കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം. എങ്കിലോ രാജാ ദശരഥനാദരാൽ പങ്കജനേത്രാഭ്യുദയം നിമിത്തമായി മന്ത്രിപ്രഭൃതികളോടും പറഞ്ഞുകൊണ്ടന്തഃപുരമകം പുക്കരുളിടിനാൻ. അന്നേരമാത്മപ്രിയതമയാകിയ തന്നുടെ പത്നിയെ കാണായ്ക കാരണം എത്രയും വിഹ്വലനായൊരു ഭൂപനും ചിത്തധാരിങ്കൽ നിരൂപിച്ചിതീദൃശം. മന്ദിരം തന്നിൽ ഞാൻ ചെന്നുകൂടും വിധൗ മന്ദസ്മിതം ചെയ്തരികെ വരും പുരാ. സുന്ദരിയാമവൾ ഇന്നെങ്ങു പോയിനാൾ മന്ദമാകുന്നി ദുന്മേഷമെൻ മാനസേ.